ഭക്തലക്ഷങ്ങൾക്ക് ദർശന സായുജ്യമായി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ശരണഘോഷമുഖരിതമായ സന്നിധാനത്ത് തങ്ക അങ്കി ചാർത്തിയുള്ള മഹാദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് ദർശനം. കറുപ്പുടുത്ത് കാനനം ഭക്തസമുദ്രമായിരുന്നു. ലക്ഷോപലക്ഷം കണ്ടങ്ങളിൽ നിന്നുയർന്ന ശരണമന്ത്രം കാനനത്തെ ഭക്തിലഹരിയിൽ ആറാടിച്ചു. കാടും മനുഷ്യനും ഒന്നായി നിന്ന തിരുസന്നിധാനത്ത് ആത്മസായുജ്യത്തിന്റെ നിമിഷങ്ങൾ. നിത്യതാപസനായ കാനനവാസൻ സർവാഭരണ വിഭൂഷിതനായി പന്തളം രാജകുമാരനായി മാറിയപ്പോൾ അങ്ങ് കിഴക്ക് പൊന്നമ്പലമേട്ടിലും ഭക്തമനസ്സിലും പുണ്യജ്യോതി തെളിഞ്ഞു. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് 12-ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര 3 പകലും 2 രാത്രിയും കടന്ന് വൈകിട്ടോടെ ശരംകുത്തിയിലെത്തി. ആചാരപൂർവ്വം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ച തിരുവാഭരണ പേടകങ്ങൾ തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി. മഹാദീപാരാധനയ്ക്ക് ശേഷം തിരുവാഭരണങ്ങൾ അണിഞ്ഞ് ഭഗവാൻ അയ്യപ്പ ഭക്തർക്ക് ദർശനം നൽകി. രണ്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്ത് മകരവിളക്ക് ദർശന പുണ്യം നുകർന്നത്. 17 വരെ തിരുവാഭരണം ചാർത്തി അയ്യപ്പനെ ഭക്തർക്ക് ദർശിക്കാം. 19-ന് മാളികപ്പുറത്ത് ഗുരുതിക്ക് ശേഷം 20-ന് രാവിലെ പന്തളം രാജപ്രതിനിധി തൊഴുതിറങ്ങുന്നതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമാവും. ന്യൂസ് മലയാളം, സന്നിധാനം.